ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം കേട്ടാ. ഞാൻ ജോയി പുറത്തുകാരൻ. നമ്മുടെ അമ്പ് പെരുന്നാളിൻ്റെ മുന്നോടിയായിട്ട് വീടൊന്ന് വാക്വം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് വലിയ പൈസയ്ക്കാണ് പുറത്ത് ചെയ്യിക്കണമെങ്കിൽ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഒരു മിഷ്യൻ കൊണ്ടുവന്ന് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് എൻ്റെ ഒരു അക്കൂറിയാണ് കേട്ടോ. വീടിനോട് ചേർന്ന് ഫ്ലോറിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അക്കൂറിയാണ്. ഇത് പിള്ളേർ ആദ്യകാലത്ത് ഒരു കുഴി കുത്തിയിട്ട് ചേമ്പലയിൽ വെള്ളം നിറച്ച് അതിൽ കൊണ്ടുവന്ന് ഒരു പൂച്ചെട്ടിയെ വളർത്തുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, പപ്പ നിങ്ങൾക്കൊരു അക്വേറിയം ഉണ്ടാക്കി തരാം, നല്ല രീതിയിൽ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥയാണ്. അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് വെടുപ്പാക്കി. കാണുന്നത് ഒരു ടി വി സ്റ്റാൻഡാണ്. അതൊക്കെ മാറ്റി ഇത് വേറൊരു അക്വേറിയത്തിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടായിരുന്നോ? ഇത് കുറേ കാലമായിട്ട് ഇവർ ക്ലീൻ ചെയ്യുന്നില്ല. ഇതൊക്കെ നന്നാക്കണം. ഇനി പെരുന്നാളിന് മുന്നോടിയായിട്ട് ഇതൊക്കെ ഒന്ന് മൊത്തം ഇതാക്കണം. പിന്നെ ഈ കാണുന്നതൊക്കെ ബിന്ദുവിൻ്റെ ചെടിത്തോട്ടാണ്. ബിന്ദുവിന് ചെടി എന്ന് പറഞ്ഞാൽ ഒരു ഭ്രാന്താണ്. ഒരു മരിച്ച വീട്ടിൽ പോയാലും, കല്യാണ വീട്ടിൽ പോയാലും, ഒരു പള്ളിയിൽ പോയാലും, ഒരു ഹോസ്പിറ്റലിൽ പോയാലും അവിടെ ഒരു ചെടി പ്രത്യേകം, ഒരു പുതിയതായിട്ട് വീട്ടിലില്ലാത്തൊരു ചെടി കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരെണ്ണം അവൾ ചോദിക്കും. ചോദിച്ചിട്ട് കണ്ടില്ലെങ്കിൽ അവിടെ നിന്ന് പൊക്കും. അത് അവളുടെ ഒരു ഹോബിയാണ്. അങ്ങനെ വീട് നിറച്ച് ചെടിയാണ്. ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് മാറ്റി വെച്ചതാണ്. ഈ ചിരട്ട തൊട്ടിട്ട് വീട്ടിലെ പാഴ്വസ്തുക്കളിലെല്ലാമാണ് ചെടി സൂക്ഷിക്കുന്നത്. ചെടിച്ചട്ടി ഇഷ്ടം പോലെ ഉണ്ട്, എന്നാലും ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് അവൾ ചെടി സൂക്ഷിക്കുന്നത്. വീട് നിറച്ച് ചെടിയാണ്. ഇപ്പോൾ ഇത് ഒതുക്കുക കാരണം കൊണ്ട് ഒരു സൈഡിലത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇത് ആ കാണുന്ന കാറ് കിടക്കുന്ന പറമ്പൊന്നും എൻ്റെ അല്ല കേട്ടോ. ആ പറമ്പിൽ കാണുന്ന ചെടികളും ഇവിടുന്ന് ഇത് ക്ലീൻ ചെയ്യുമ്പോൾ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇവിടെ വെക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് ഇവിടെ ഒതുക്കി വെച്ചതാണ് കേട്ടോ.